4 വർഷക്കാലം ഗോവ ഗവർണറായും 2 വർഷം മിസോറ ഗവർണറായിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കാലാവധി കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞു. 6 വർഷമാണല്ലോ ഗവർണറുടെ കാലാവധി. ഈ കാലഘട്ടത്തിനിടയിൽ ഗവർണറുടെ കാലാവധി സമയത്ത് വല്ലാത്തപ്പോഴും 117 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം 2010 കേന്ദ്ര ഗവൺമെന്റിൽ BJP കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള വലിയ രീതിയിലൊക്കെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ 117 പുസ്തകം എഴുതുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. കാരണം ഈ തിരക്ക് പിടിച്ചൊരു രാഷ്ട്രീയ അഭിഭാഷക വൃത്തി, രാഷ്ട്രീയ ജീവിതം, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, പിന്നെ അത് ഗവർണർ, ഇങ്ങനെ വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിനിടയിൽ ഇത്രയും പുസ്തകം എഴുതുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. പക്ഷേ അദ്ദേഹം അവസാനം എഴുതിയ 2 പുസ്തകത്തിന് കിട്ടിയ 1,30,000 രൂപ അദ്ദേഹം ഗോവയിലെ ഒരു അനാഥ മന്ദിരത്തിൽ അന്നദാനത്തിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായി നിശബ്ദമായി സംസാരിച്ചും പ്രവർത്തിച്ചും പോകുന്നതാണ്. പക്ഷേ അതിന് അത്രയ്ക്കുള്ളൊരു അംഗീകാരമൊന്നും കേരള സമൂഹം അംഗീകരിക്കില്ല. കാരണം അദ്ദേഹം BJP ആണ്, സംഘിയാണെന്നൊക്കെ പറഞ്ഞ് കേരള സമൂഹത്തിൽ മറ്റൊരു തരത്തിലായാൽ മാത്രമേ കേരള സമൂഹം അംഗീകരിക്കുകയുള്ളൂ. അതാണ് കേരള സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം. എന്തായാലും അദ്ദേഹം അഭിഭാഷക വൃത്തിയിലേക്ക് പോകാനും മടിയില്ല. അത് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത്ഭുതമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ചീഫ് ജസ്റ്റിസിൻ്റെ മുകളിലാണ് ഗവർണർ. ഗവർണർ 4ാം സ്ഥാനത്തും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഗവർണർ 4ാം സ്ഥാനത്തും 6ാം സ്ഥാനത്താണ് ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ താഴെയാണല്ലോ ബാക്കിയുള്ള വക്കീലന്മാരും ജഡ്ജിമാരെല്ലാം. അപ്പോൾ അവരുടെ കീഴ്ക്കോടതിയിൽ പോയി ജോലി ചെയ്യുന്നതിന് പോലും, ഹൈക്കോടതി തന്നെ വേണമെന്നില്ല, കീഴ്ക്കോടതിയിൽ പോയി കേസ് പറയുന്നതിന് പോലും എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് ശ്രീധരൻപിള്ള അങ്ങനെ വരുന്നു. മിസോറ ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരൻ അത് അവിടെ ഇരിക്കുമ്പോഴാണ് രാജിവെച്ചത്. ദാറ്റ് മീൻസ് പീരീഡ് പോലും കഴിയാതെയാണ് വന്ന് തിരുവനന്തപുരത്ത് നേമത്ത് മത്സരിച്ചത്. അപ്പോൾ RSSനെയും അല്ലെങ്കിൽ സംഘപരിവാറിനെയും BJPയെ സംബന്ധിച്ചിടത്തോളം ആരെവിടെ എപ്പോൾ ഏത് സീറ്റിൽ മത്സരിക്കുമോ അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ അതെല്ലാം അവിടെ നിന്ന് തീരുമാനിച്ച് അവരുടെ ലെവലിൽ തീരുമാനിച്ച് വരുന്നതാണ്. അപ്പോൾ എന്തായാലും വളരെ ഗൗരവമായ തോതിൽ ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ശ്രീധരൻപിള്ള അദ്ദേഹം ഇനി പൊതുരംഗത്തേക്ക് വരുമോ, അതോ ഇനി പുതിയ പദവി വല്ലതും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമോ? കാരണം ഇപ്പോൾ ഒത്തിരി ആളുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പുതിയ ആളുകളെ പരിഗണിക്കുമ്പോൾ ഇദ്ദേഹത്തെ പരിഗണിക്കില്ലയോ? അങ്ങനെ പരിഗണിക്കാതിരുന്നാൽ ഇദ്ദേഹം അഭിഭാഷകനായി പോയി അഭിഭാഷക വൃത്തിയിലേക്ക്. എന്തായാലും എഴുത്തും വായനയും അഭിഭാഷക വൃത്തിയൊക്കെ കയ്യിലുള്ളത് കൊണ്ട് അദ്ദേഹം ശിഷ്ടകാലവും വളരെ മനോഹരമാക്കി തന്നെ കൊണ്ടുപോകാൻ കഴിയും. എന്തായാലും ഗവർണറായി 6 വർഷം ഇരുന്നു, വൈസ് പ്രസിഡന്റ് BJPയുടെ പ്രസിഡന്റായിരുന്നു. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ എന്തോ അല്ലേ നമുക്കറിയില്ല. കാരണം കേരളം പിടിക്കുക എന്നൊരു കൺസെപ്റ്റിൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ഇനി ചെങ്ങന്നൂരൊക്കെ വന്ന് മത്സരിക്കുമോ എന്നുള്ള കാഴ്ച, സജി ചെറിയാൻ്റെ അവിടെ ചെങ്ങന്നൂരൊക്കെ മത്സരിക്കാനുള്ള സ്കോപ്പുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഇനി മത്സരിക്കുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. എന്തായാലും അറ്റ് പ്രസൻറ്റ് അദ്ദേഹം മറ്റൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. വളരെ വലിയ സാധ്യതയാണ് അഭിഭാഷക വൃത്തിയിലേക്ക് പോകാനുള്ളത് എന്നുള്ള സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ മറ്റൊരു പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പം അസംബ്ലി തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇനി 8 മാസമുണ്ട്, 10ഓളം മാസമുണ്ട്. അതേസമയം മറ്റ് പോസ്റ്റുകൾ കൊടുക്കുന്നതാണെങ്കിൽ അതിനൊരു ടൈം പീരീഡൊക്കെ ഉണ്ട്. ആ ടൈം പീരീഡിൽ അദ്ദേഹം റെസ്റ്റ് എടുക്കുമോ അതോ വക്കീലായി വീണ്ടും കോട്ടിടുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ഒരു കൗതുകമായി വരുന്ന വാർത്ത. ചിലപ്പോൾ കോട്ടിടാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ ശബ്ദം കോടതികളിൽ പ്രതികൾക്കും വാദികൾക്കും വേണ്ടി മുഴങ്ങും.